എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? നമ്മുടെ ഈ ഒരു ഇൻട്രോ കേട്ടിട്ട് കുറേ നാളുകളായിട്ടുണ്ട് അല്ലേ? എല്ലാവരും ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് കേട്ടോ. ഇത് പ്രഭി വന്നിരിക്കുന്ന സമയം എടുത്തിട്ടുള്ള വീഡിയോസാണ്. 6 ദിവസം ഉണ്ടായിരുന്ന പ്രഭി ഈ ഒരു വെക്കേഷന് നമ്മളുടെ ഒപ്പം കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ എടുത്തു വെച്ചത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം കേട്ടോ. കാരണം ഒന്നാമത്തെ ദിവസം, അതായത് ഈ ഒരു സ്റ്റാർട്ടിംഗ് ഡേ മാത്രമാണ് ഞാൻ ഇത്തിരി ലെങ്ത്തിൽ വീഡിയോ എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും സാമ്പാറും കേട്ടോ ഉണ്ടാക്കുന്നത്. പ്രഭി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണുണ്ടപ്പോൾ എന്നാൽ ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മൂപ്പരാൾ മുങ്ങിയതാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടാകുന്നൊരു വീഡിയോ ഉണ്ടല്ലോ, ഫിൽറ്റർ ഇല്ലാതെ മുന്നിൽ വന്ന് നിൽക്കില്ല എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ കുളിക്കാതെ വീഡിയോയുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ളൊരു നാണക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ ഇത് ശീലമായതുകൊണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പിറ്റേ ദിവസം തൊട്ട് ആൾ നമ്മളെ റൂട്ടിലേക്ക് കയറി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുളിയും വേണ്ട, നനയും വേണ്ട, ജപവും വേണ്ട എന്നുള്ളൊരവസ്ഥയാണ്. ഞാൻ ഈ ഇഡ്ഡലിയുടെ ലാസ്റ്റത്തെ 2 തട്ടിലും ഒരിക്കലും ഇത് വെക്കാറില്ല കേട്ടോ. അതായത് ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ച് വെക്കാറില്ല, അതായത് വെള്ളം തട്ടും. അപ്പോൾ അതാകെ അളി വിളിയായിട്ട് മാറാറുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ചിലപ്പോൾ ഞാൻ വെള്ളം കൂടുതൽ വെക്കുന്നതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. അതുപോലെ തന്നെ ഞാൻ മുകളിലത്തെ തട്ടിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ഇതിപ്പോൾ അവളുള്ള കാരണമാണ് ഞാൻ 3 തട്ടിലാക്കിയിട്ട് ഉണ്ടാക്കുന്നത്. കാരണം പെട്ടെന്ന് കിട്ടണമല്ലോ, ആൾക്കാരുടെ എണ്ണം കൂടുതലാണല്ലോ. നമുക്കൊരു 2 വട്ടമായിട്ട് വേവിച്ചെടുത്താലും നമ്മുടെ കാര്യം സെറ്റാണ്. പക്ഷെ ഇതിപ്പോൾ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ 3 തട്ടാക്കിയിട്ട് വെക്കുകയാണ്. പക്ഷേ സംഭവം സക്സസ് ആയിരുന്നു കേട്ടോ. എൻ്റെ ഒരു വിശ്വാസമാണ്. അങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഒട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ അതൊരു രസം ഉണ്ടായിരിക്കില്ല കാണാൻ എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇഡ്ഡലി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മാവായിരുന്നു, നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ തരക്കേടില്ലാണ്ട് ആൾ നല്ല സെറ്റായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മൂപ്പരാൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ സാമ്പാർ കഷ്ണവും കാര്യങ്ങളൊക്കെ അരിഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ അടുക്കളയിൽ വേറൊരാളും കൂടെ നമ്മൾക്ക് കമ്പനി ആയിട്ടുള്ള ഒരാൾ കൂടി ഉണ്ടെന്ന് വെച്ചാൽ ഭയങ്കര വൈബായിരിക്കും. നമുക്ക് സംസാരിക്കാൻ ഒരുപാട് ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ഞങ്ങൾ സംസാരിച്ച് വരുമ്പോൾ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ വിശേഷങ്ങളായിരിക്കും കൂടുതൽ പങ്കുവെക്കാനുണ്ടായിരിക്കും കേട്ടോ. ഓരോന്ന് അത് ഇത് പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഈ ഒരു 6 ദിവസം വന്നതും പോയതും ഒന്നും ഞങ്ങൾ ഇവിടെയുള്ള 5 ആളും, അതായത് ഞാൻ, പിള്ളേർ, പ്രഭി, കണ്ണൻ, ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. കണ്ണനാണെങ്കിലും കരച്ചിലായിരുന്നു, എനിക്കും ഭയങ്കര സങ്കടമായിരുന്നു, അവളും കരഞ്ഞ് മൊത്തത്തിലൊരു ജഗ്ഗ പൊകയായിരുന്നു. അപ്പോൾ സാമ്പാർ അടുപ്പത്ത് കയറ്റിയതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ. നമ്മളല്ല, പ്രഭിയാണ് കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്ക് ഇഡ്ഡലിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. കണ്ടോ ഈ ഒരു ആവി, അതായത് വെള്ളം അങ്ങനെ നിറഞ്ഞ് നിൽക്കണമെന്ന് കണ്ടോ? അടിയിലത്തെ തട്ടിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചിലപ്പോൾ വെള്ളം കൂടുതൽ ഒഴിക്കുന്നതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷെ ഞാനിതിന് മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇഡ്ഡലിയുടെ കുക്കർ മാറ്റിയിട്ട് ഇത് പുതിയത് വാങ്ങിയതാണ്. ഇനി കുക്കറിൻ്റെ പ്രശ്നമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചില സിനിമകളിൽ കണ്ടിട്ടില്ലേ, കുട്ടികൾ ഉണ്ടാവാത്തത് ഭാര്യയുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ വീണ്ടും കെട്ടിയിട്ട് നമ്മുടെ കിളിച്ചുണ്ട മാമ്പഴത്തിലാണല്ലേ ആ ഒരു സംഭവം. അവസാനം അത് സ്വന്തം പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അതാണിപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ അതൊക്കെ വിളിച്ചോ? അച്ചാച്ചൻ വാങ്ങിച്ചെന്നുള്ള ആൾക്കാർ. അയ്യോ അത് അച്ചാച്ചൻ്റെ ടാപ്പാണ് അത്. അവിടെ അച്ഛാ അത് ചുറ്റിയൊക്കെ അത്
ആ നടുക്ക് ഭാഗമല്ലേ, അപ്പുറത്തെ നടുക്ക് ഭാഗം അത് അങ്ങനെ തന്നെ ആക്കുക. അച്ചാച്ചൻ സാധനങ്ങളാണൊക്കെ അവിടെ വെച്ചോ. എന്തുട്ടാ അതില്, എന്തുട്ടാ അത്, ഗ്ലാസ്സാ? എല്ലാ കിളക്കല്ല അടച്ചോ. ആ കവറൊക്കെ, വേസ്റ്റ് കവറൊക്കെ എടുത്താ വീട് പാർക്കലിൻ്റെ അല്ല, അത് ഈ അമ്പലത്തിലെ പരിപാടി സാധനങ്ങളൊക്കെ വരുമ്പോ. അതൊക്കെ ഓവൻറ്റീന്, അത് ഓവൻറ്റീനോ അടച്ചോ, അടച്ചോ, അത് ഓവൻറ്റി അടച്ചോ. ഇത്രയധികം കാർബോർഡുകൾ ഈ അമ്മൂട്ടീനുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കയറ്റി വെക്കുന്നത്. എല്ലാം നീ ഇതൊക്കെ മാത്രം അവിടെ ഹൈറ്റ് ഉള്ളൂ, അതുകൊണ്ട് നീ ഇതൊക്കെയാണ് കയറ്റി ഇഷ്ടമല്ലേ. വീട് പാർക്കൽ തൊട്ടിട്ട് ഈ ഒരു കൊല്ലം വരെ ഇവിടെ ഉണ്ട് കേട്ടോ. 8 വർഷത്തെ. അപ്പൊ അതിന്റെ അച്ഛൻ കയറ്റി വെച്ചതാ. അവൾ പുറത്തു കൊണ്ടിക്കളാ. ഹായ് കളിച്ചോ. ഇല്ല ഇല്ല, ഇത് യൂട്യൂബിലാണ്, പേടിക്കണ്ട. ഗൂഗിൾ പേ ആണോ? 100 അങ്ങോട്ട് തരാൻ ഒന്നുമില്ല, 100 എത്ര വേണ്ടത്? 10 രൂപയോ? അതേ, നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ അങ്ങനെ എന്തോ പഠനത്തിൻ്റെ ഭാഗമായിട്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നൊരു കുട്ടീനെ കേട്ടോ, പാലക്കാട് അങ്ങനെയാണെന്നുണ്ട് ആ കുട്ടിയുടെ വീട്. അപ്പോൾ ലക്ഷ്മി എന്നാണ് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുപ്പറാൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ കുക്കുറൂനെ കഴുകാനുള്ള ഷാമ്പു, കുളിപ്പിക്കാനുള്ള ഷാമ്പു വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ കുങ്കുമാതി ക്രീമോ ലോഷനോ എന്തോ സംഭവം, എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ പരട്ടണത് അമ്മും ബായുമാണ്. നമ്മുടെ ഈ ബ്ലാക്ക് കളറൊക്കെ ഉണ്ടാവുമല്ലോ കഴുത്തിൻ്റെ സൈഡിലുണ്ടാവുന്നത്, അതുപോലെ കൈയിൻ്റെ മുട്ടിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതൊക്കെ പൂവെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയത് തന്നെ കേട്ടോ. കണ്ണൻ ഇവിടെ വന്നാൽ ഭയങ്കര സന്തോഷമാണ്. മെയിനായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, പൂഴിയിൽ കളിക്കാൻ പറ്റും. അവരവിടെ പൂഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഇവിടെ പൂഴിയാണല്ലോ മെയിനായിട്ട്. അപ്പോൾ ഈ മണ്ണ് കൂട്ടിയിട്ടിട്ട് കടപ്പുറത്തൊക്കെ പോയിട്ട് കളിക്കാനായിട്ടില്ലേ ആൾക്കാർ, അതേപോലെ ഇവിടെ നിന്നിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പായു ചേച്ചിയുടെയും കണ്ണൻ്റെ ഇപ്രാവശ്യത്തെ മെയിൻ കലാപരിപാടി ഈ മണ്ണ് കൂട്ടിയിട്ട് കൂമ്പാരാക്കിയിട്ട് വീടുണ്ടാക്കലായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കും പോട്ടാ, ഇപ്പൊ വലുതായപ്പോ പായു അമ്മുട്ടി 4ാമത്തെ, പായു 3, കണ്ണൻ 3. വെരി ഗുഡ്, വെരി ഗുഡ്. എവിടേക്ക് പോണ സാച്ചി? അപ്പൊ അത് മുഴുവൻ തിന്നല്ലേ? ആ പ്ലേറ്റ് എവിടെ വെച്ചോ? ഞാൻ മാറുടെ കഴിക്കാം. ഐസ്ക്രീം കഴിക്കാറില്ല, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. പതുക്കെ പറഞ്ഞാൽ എന്തായാലും ഞാൻ ജിമ്മ് നിർത്താൻ പാടില്ല. ഞാൻ നിർത്തില്ല, പതുക്കെ പറഞ്ഞാൽ തന്നെ ഞങ്ങളോട് എപ്പം പറയണ്ടത്. ഒരിക്കലും നമ്മൾ ഒരുമിച്ച് കുറച്ച് ഡോക്ടർ പറയണം അങ്ങനെയാണ്. ഈശോയുടെ നല്ല ബുദ്ധിമുട്ടൊക്കെ പറയാനും, പക്ഷെ പതുക്കെ പറഞ്ഞു. ഒരു പടത്തിന്റെ പേരെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷോ ഹിന്ദിയോ? ഐസ്ക്രീം വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുള്ള തീറ്റ മത്സരമായിരുന്നു നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ മത്സരത്തിൽ പങ്കുചേർന്നിട്ടില്ല. ആൻറ്റിയും മക്കളും അമ്മയും, അതായത് കണ്ണനവള അമ്മയാണല്ലോ, അതാണ് കേട്ടോ എന്നെ ഉദ്ദേശിച്ചത്. അപ്പം ഞങ്ങൾ കുന്നായ്മയും കുശുമ്പും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അതൊരു വൈബാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ.
കട്ടിയുള്ളത് വേണേ. ചെരുപ്പ് എടുക്കണോ? നമുക്കേ പറമ്പിക്കൂ അമ്മ. അവിടെ ഇങ്ങനെ വടികളുണ്ടാവും. ഒടുക്കത്തെ മണാവും. നമ്മുടെ ഈ ശീമക്കൊന്ന വെട്ടി കഷ്ടപ്പെടുന്നത് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഇത് വെട്ടിലൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബുദ്ധിയും ബോധം ഉദിച്ചത്. ഞാൻ നേരെ നമ്മുടെ പണ്ടത്തെ ട്രൈപോയിഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് എനിക്ക് മോജിന്ന് വന്നിട്ടുണ്ടായിരുന്ന ട്രൈപോയിഡാണ്. എൻ്റെ കയ്യിലുണ്ടാകുന്നത് ഈ ഒരു ടൈപ്പ് അല്ലായിരുന്നു. പിന്നെ അവർ നമുക്ക് ഗിഫ്റ്റുകൾ കുറച്ചിങ്ങനെ സെൻഡ് ചെയ്യും. നമുക്കായിട്ട് നമുക്ക് കുറച്ച് ഗിഫ്റ്റുകൾ വീഡിയോ എടുക്കാനുള്ള എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സെൻഡ് ചെയ്യണ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ഈ ഒരു ട്രൈപോഡ്. അങ്ങനെ ഉപയോഗിച്ച് അതിൻ്റെ പണിക്കുറ്റം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാർബോർഡൊക്കെ വെച്ച് അടിയിൽ ചേച്ചി അനിയത്തിയും കൂടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഇന്ന് വരെ പോസ്റ്റ് ചെയ്തിട്ടും കൂടി ഇല്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. എടുത്തോ. അതെ അത് രസമുണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് വെച്ചാ മതിയോ അതോ ജസ്റ്റ് വെച്ചാൽ മതി. ഒട്ടിച്ച് വെക്കണം. ജസ്റ്റ് വെച്ചാൽ മതി. ഇവിടേക്ക് തൂണിന്റെ സ്ഥലം. കണ്ണലേക്ക് പറമ്പിലേക്ക് പോവാൻ വേണ്ടി കൊതുകടി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി അയ്യോ എനിക്ക് വയ്യ. അതിട്ടല്ലേ കണ്ണന് കൊതുകടി കിട്ടുവേ വേണ്ടേ. അങ്ങനെ നമ്മുടെ ഇന്ന് ഉച്ചക്കലത്തെ ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ കറിയും ചോറുമായിരുന്നു കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകുന്നില്ലേ. സാമ്പാറൊക്കെ കാലത്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാവുന്ന പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം. സൂചി വളച്ചിട്ട് ഹുക്ക് ഉണ്ടാക്കിയിട്ടല്ല, സൂചി ഇല്ലേ നമ്മുടെ പിന്നില് സേഫ്റ്റി പിന്ന്, അത് വളച്ചിട്ട് പിന്നുണ്ടാക്കിയിട്ടാണ്. അങ്ങനെയല്ല, അത് പിടിക്കാനുള്ള ഹുക്ക് വേറെ ഉണ്ട്, വേറെ വാങ്ങിക്കാം നമുക്ക്. അത് അവളുണ്ടാക്കിയതാണ്. സൂചി വളച്ചിട്ട് പിടിച്ചേ കയ്യോണ്ടാ. സത്യം പറ, കൈകൊണ്ട് പിടിച്ചാ പഴയത് കഴുത്തിലിട്ട് കാലി ചെവിടക്കിടക്കി. എന്താ പുഴുവിനെ പിടിക്കാൻ കുഴപ്പമില്ല, 8 കാലി തുടങ്ങോണ്ടോ അപ്പ അമ്മ. പുഴുവല്ല മണ്ണിലാണ് എന്തുട്ടാണല്ലോ കായ എങ്ങനെയാ തന്നെ കായ കൊണ്ട് പിടിച്ചത് കറക്കിന്. സൂചി കളിച്ചിട്ടാക്കിയുള്ളതാണ്. ഓ പിന്നെ അമ്മ എന്തിനാണ് നടക്കണേ? ആന്റിക്ക് കുഴപ്പമൊന്നുമില്ല, വല്യമ്മക്ക്. ഞങ്ങളിതുപോലെ ചെയ്താ ചൂണ്ടലുകൊണ്ട് ഞങ്ങള് പുഴയ്ക്കും തോട്ടിക്കൊക്കെ പോയിരുന്നു. ഞാൻ കണ്ണടച്ചിട്ടെന്ന് പറഞ്ഞു ഇത്ര നേരം. ഞാൻ കണ്ണടച്ചിട്ടെന്ന് പറഞ്ഞത്. അപ്പൊ ആന്റി ഓളിട്ടപ്പോഴാണ് ഞാൻ കണ്ണു പറഞ്ഞത്. ഞാൻ കണ്ണടച്ചിട്ടിക്കൊള്ളാം. ഞാൻ കണ്ണടച്ചിട്ട് അമ്മ കണ്ണടച്ചിട്ടെന്നൊക്കെ. അമ്മ കണ്ണുറക്കണില്ല, അമ്മ കണ്ണുറക്കണില്ല, അമ്മ കറപ്പാ ഛർദിക്ക്. ഞാൻ അങ്ങോട്ട് നോക്കണമെന്നല്ല. ഓർക്കാപ്പുളി ആരാ പറയാന്നറിയാം? ഓർക്കാപ്പുളിന്ന് രശ്മി കഴിഞ്ഞ അതിന്റെ കൊറക്കല് കഴിഞ്ഞ പറ.
ആ അതെ, രശ്മി പറയണം ഓർക്കാപ്പുളി ഞാൻ ഈശ്വരാ അതെന്ത് ഓർക്കാപ്പുളി. ഇരുമ്പാമ്പുളി, ഞങ്ങളുടെ സ്വന്തം ഇരുമ്പാമ്പുളി. കഴിഞ്ഞ പായുവാ എന്നാ ഞാൻ നിർത്താണ് കേട്ടാ. അതെങ്ങനെയാണ് തിന്നണേ ഈശ്വര. പിന്നെ ഇരുമ്പാമ്പുളിക്ക് പിന്നെ മധുരാണല്ലോ. ഓ തിന്നണോക്കെ നിന്നതാണ് നല്ല ഡിസൈൻ അവിടെ ഒക്കെ ഇട്ടാ. മറ്റേ നക്ഷത്രം പോലെ ഉണ്ട്. ഒരു ഇന്ത്യയുടെ ഫോട്ടോ എടുത്തരാം. ആര് നീ കണ്ടില്ലല്ലോ, ഫോട്ടോ കണ്ടില്ലല്ലോ. ഡിസൈൻ കൊണ്ട് വരാം. ഡിസൈനാണ് ഡിസൈൻ. അങ്ങനെ ഞങ്ങളെ പറമ്പിൽ പോവാണ് കേട്ടാ. നീ ഇവിടെ ഒന്നിച്ച് പിടിക്കണം കേട്ടോ. ഇവിടെ ഞങ്ങള് വലിയ മീനൊക്കെ ഉണ്ട്. ഇത്ര സൂമിയുണ്ട. പച്ചീന് പച്ച 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 കാട്ടിന് നമുക്ക് റീൽസ് എടുക്കാവാ. എൻ്റെ മോൻ്റെ സ്റ്റിക്കൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വാതിലടച്ചില്ലേ കണ്ണാ? അല്ല ആ ഏത് മീനെ കിട്ടിയ? ചാളയാ? ചാളയാ? എന്താ നോക്കണേ? ബ്രാലാണാ? ചാളയാ ഉണ്ടാവാ. ബ്രാലാണാ? ഞാൻ ഇപ്പം മീൻ പോയി തവളയാ. ചൂണ്ടയുടെ ഒക്കെ ഒരു കോലം കണ്ടില്ലേ? ഇത് മീൻ കൊടുത്തിനെങ്കിൽ വടി ഒടിഞ്ഞു വീഴില്ല നിലത്തേക്ക്. സൂക്ഷ്മമായിട്ട് തന്നെ ഇരിക്കണം. ശരാ ഇനി എത്ര മണിക്കൂർ ഇങ്ങനെ ഇരിക്കും? പോവണ്ടേ ബീച്ചിലേക്ക്? എവിടെ മീൻ വന്നിട്ട് ആരാ തന്നിട്ട് പോകും മിക്കത് അല്ലേ? ആ അത് കുഞ്ഞു മീനാണ് അത്. ആരാ പോയി? അയ്യോ അങ്ങനെ ആക്കുമ്പോ കണ്ണിക്ക് തട്ടുവേ. കണ്ണ മറന്നവിടുന്ന് കണ്ടാ മീൻ അവിടുന്ന് അത് കൊത്തി തിന്നണത് കണ്ടാ. അങ്ങനെ ഞാൻ കുറച്ച് ഇളക്കി കൊടുക്കുക. അപ്പോളെ വേറെ എന്തേലാന്ന് വിചാണ്ട വരണണ്ട പിന്നാലെ വരണണ്ട. കണ്ടാ? ആ അത് രസം ഉണ്ടാകുന്നില്ല. ഇതാണ് രസം. അത് ഇനി വീട്ടിലിടാറായി. അത് ഗൾഫിൽ പോകുമ്പോൾ എടുത്ത സാധനം. ആ ഇത് നമ്മളേ ട്രെൻസിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. അല്ല മുട്ടി ഓർമ്മയില്ലേ? ഗുരുവായൂർ ട്രെൻസിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ് അത്. അപ്പൊ പിന്നെ എന്തുട്ടാ ഓടി അമ്മേനൊക്കെ ഒന്ന് കണ്ട് നേരെ ഞങ്ങൾ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ബീച്ച് പോയി പഠിക്കാമെന്ന് വിചാരിച്ചു. എനിക്കങ്ങനെ ബീച്ച് പോയി അധികം കിട്ടാറില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ ബീച്ചിനോട് അത്ര വലിയ താല്പര്യമുള്ള ഒരാളല്ല. നമ്മളിത് എപ്പോഴും കാണുന്നത് കൊണ്ട് നമുക്കതിനോടൊരു എന്താ പറയുക, അതിനോടൊരു ആകർഷണീയത ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ എനിക്ക് കാട്, മല, ആ ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചാവക്കാട് ബീച്ചിൽ നമ്മൾ വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ വേലിയേറ്റൊക്കെ ഉണ്ടായിട്ട് ആകെ വെള്ളം കയറി കിടക്കായിരുന്നു കേട്ടോ. നമ്മൾ ഈ കാറ് പാർക്ക് ചെയ്യണം, നമ്മളിപ്പോൾ നിൽക്കണ ഈ ഭാഗത്ത് പോലും നിറയെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ വെള്ളക്കെട്ടുകൾ ഇങ്ങനെ വെള്ളക്കെട്ടുകളും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ പഞ്ഞിമിഠായില്ലേ, പണ്ടത്തെ നിന്നി അടിച്ച് വരുന്നതില്ലേ സൈക്കിളുമേ ചേട്ടന്മാർ, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഈ വെള്ള കളറിലുള്ള പഞ്ഞിമിഠായി, ആ ഐറ്റം വാങ്ങിച്ച് കഴിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ നിന്നൊക്കെ. അപ്പം ഈ ഒരു വേലിയേറ്റത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്.
നമ്മുടെ ഇവിടുത്തെ 2 വലിയ ബീച്ച് എന്ന് പറയുന്നത് സ്നേഹതീരവും അതുപോലെ തന്നെ ചാവക്കാട് ബീച്ചും ഉണ്ട്. അത് രണ്ടും നമുക്ക് അടുത്ത് തന്നെയാണ്, സെയിം ദൂരം തന്നെയാണ് 2 സ്ഥലത്തേക്കുള്ളത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്നതാണ് നമ്മുടെ അഴിമുഖം എന്ന് പറയുന്നത്. അത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ അവിടെ ഇതുവരെ ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്ത് ഇതുവരെ അവർ ചെയ്തിട്ടില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. അവിടെ നമ്മുടെ ഈ കടലിലേക്ക് ഇങ്ങനെ കല്ലൊക്കെ നീട്ടിയിടുന്ന ആ സംഭവമില്ലേ, എന്താ ഇതിൻ്റെ പേരെന്നൊക്കെ ഞാൻ മറന്നു പോയിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു പ്രത്യേക വൈബാണ് നമ്മുടെ ഇവിടുത്തെ. പക്ഷേ എന്താണെന്നറിയില്ല, അതൊക്കെ ഇനി ഭാവിയിൽ ഡെവലപ്പ് ചെയ്ത് വരികയായിരിക്കും. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് ടിപ്പു സുൽത്താൻ കോട്ടയൊക്കെ ഉണ്ട് പണ്ടത്തെ. അതൊന്നും ശ്രദ്ധിക്കാതെ അതൊക്കെ നാശകോശമായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ഇവരെന്താ അല്ലേ ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കെയർ ചെയ്യാണ്ട് വെറുതെ നശിപ്പിച്ച് കളയുന്നത്. ലൈറ്റൊക്കെ കത്തുന്ന നമ്മുടെ ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? വൈകിട്ടായപ്പോഴേക്കും നന്ദമോൾക്ക് ബോറടിക്കണു എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അവസാനിക്കുന്നത് ഈ ഒരു പുറത്തേക്കുള്ള പോക്കോട് കൂടിയിട്ടായിരിക്കും. കുട്ടപ്പൻ മാമൻ്റെ അവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ നന്ദു വീട്ടിൽ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ മെയിനായിട്ടുള്ള ബോറടിയുടെ കാരണം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. രാത്രി എന്തായാലും നമ്മൾ ബീച്ചിൽ നിന്നൊന്നും കഴിക്കലും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ ചിക്കൻ കറി ഉണ്ട്, അന്നിരുന്നാൽ കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാം. പ്രഭിക്ക് കൊള്ളിയും കപ്പിയൊക്കെ, ഞാൻ എപ്പോഴും കൊള്ളിയും കപ്പി എന്നാ പറയാല്ലേ, കൊള്ളിയും ബീഫൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഭാഗത്തൊന്നും ഈ ഒരു സംഭവം ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാലാണ് മൂപ്പരുള്ളത് കഴിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ നമ്മുടെ ചായ കുടിക്കുന്ന കടയുടെ അവിടേക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ ചേറ്റുവയിലുള്ള കടയിലേക്ക്. വിളിച്ചിട്ട് നമുക്ക് പോവാം. ആന്റിയുടെ മോൻ എവിടെ? അയ്യോ അയ്യോ ബ്ലറാവല്ലേ. ആ ഒന്നുമില്ല. ഏയ് അതേതാ ഫ്ലാഷ്? അവിടെ കൊട്ട്. അയ്യോ അപ്പൂപ്പനെവിടെ? അങ്ങനെ നമ്മുടെ ഇവിടെയുള്ള ക്രിസ്മസ് കരോളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സെന്റ് തോമസ് പള്ളിയിലേക്ക് വന്നതാണ് കേട്ടോ. പള്ളിയിൽ അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ റോഡിൽ നിറയെ ക്രിസ്മസ് പാപ്പകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നന്ദമോൾക്ക് പള്ളിയുടെ ബാക്ക് സൈഡിൽ, അതായത് സൈഡ് ഭാഗത്തുള്ള ആ ഒരു കല്ലറിയും കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. അതിനിടയ്ക്ക് ചേച്ചിരിയാനി തിരുമക കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ കുട്ടികൾക്ക്, സാധാരണ എല്ലാ പിള്ളേർക്കും വീട്ടിലിരിക്കുന്നതാണല്ലേ ഇഷ്ടം. അതായത് വെക്കേഷൻ ആവാൻ വേണ്ടി കാത്തിരിക്കും. പക്ഷെ നമ്മുടെ ഇവിടെയുള്ള ഈ 4 വീട്ടിലിരിക്കുന്നതിനോട് തീരെ യോജിപ്പില്ല. കുട്ടപ്പന് പിന്നെയും യോജിപ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അമ്മു, പായു, നന്ദു ഇവർ 3 പേർക്കും വീട്ടിലിരിക്കുന്നത് ഇഷ്ടമല്ല. സ്കൂളുണ്ടെന്ന് വെച്ചാൽ അത്രയും സന്തോഷമാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രബീനായിട്ടുള്ള വിശേഷങ്ങൾ ഒതുങ്ങണ ഒരു വീഡിയോ ആയിരിക്കും. 6 ദിവസത്തെ വിശേഷങ്ങൾ ഒരൊറ്റ വീഡിയോയിൽ ഒതുക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാനിത് എഡിറ്റിങ്ങിന് ഇരുന്നത് തന്നെ കേട്ടോ. പക്ഷെ അതിൽ നിൽക്കില്ല. നമുക്ക് 2 ദിവസം കൊണ്ട് ഈ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോ. കാരണം വിശേഷങ്ങൾ പറയാനുണ്ടാവുമ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കണം. വേണോന്നും പറഞ്ഞു നടിക്കാവോ? ഓ ആയിക്കോട്ടെ. വേണം 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 എനിക്കിത് വേണം. എന്തേ നിന്നെയൊക്കെ കൊണ്ടുവന്നതിൽ അതെന്താ? ഒന്ന് മുക്കി അടിക്കാവോ? ഒന്ന് പറയണ്ട അങ്ങോട്ടോ. ആ